ഇത്രയും വലിയ എഫർട്ടുകൾ എടുത്തിട്ടും അംഗീകാരങ്ങൾ തേടി വന്നു. നമ്മൾ അങ്ങനെ ഒരു അംഗീകാരത്തിന് വേണ്ടി ഒരു പടവും ചെയ്തില്ല. ആഗ്രഹമെല്ലാം ഉണ്ട്. അല്ല, അതിന് അംഗീകാരത്തിന് വേണ്ടി ചെയ്യുന്നില്ല ഞാൻ പറയുന്നത്. നമ്മൾ അത്രയും എഫർട്ട് എടുത്തിട്ട് പല കാര്യങ്ങളും ഓരോ സിനിമയിലും ചെയ്തിട്ടും അതിൻ്റെ ആ എഫർട്ട് എടുത്തതിൻ്റെ ഗുണം അല്ല അതിൻ്റെ പ്രതിഫലം ഈ അംഗീകാരങ്ങളിലൂടെ നമുക്ക് ലഭിച്ചോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇല്ല, അംഗീകാരങ്ങളൊന്നും ഇല്ലെങ്കിലും ഇന്ന് പടം ചെയ്തത് ക്യാമറാമാൻ എന്ന് നാട്ടുകാർ പറയുമല്ലോ. എൻ്റെ പേര് പറയുമ്പോൾ ഓ അറിയാം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ്. ഒന്ന് ഓക്കെ, അവാർഡ് കിട്ടിയില്ല എന്നുള്ള സത്യം തന്നെ. പക്ഷെ അത് പറയുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. സിനിമ കാണുന്നത് എന്നെ എവിടെ വെച്ചെല്ലാം എത്രയോ വലിയ വലിയ ഓഫീസേഴ്സിൻ്റെ അടുത്ത് തന്നെ സംസാരിക്കുമ്പോൾ ഓ അറിയാം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അംഗീകാരം ഉണ്ടല്ലോ. നമ്മളൊന്നും സീറോന്ന് വന്നതാ, ഈ രീതിയിലേക്ക് എത്തി ഒരു 4 പേര് അറിയുന്നു എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അംഗീകാരം കിട്ടിയില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ആകാശത്തിലെ പറവകൾ എന്ന് പറയുന്ന സിനിമ 100% ഞാൻ അംഗീകാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു പടം, എന്തെങ്കിലും ആ പടത്തിന് ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അങ്ങനെ മിസ്സായ 2-3 പടങ്ങളുണ്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്തൊരു പടം ഉണ്ടായിരുന്നു, അതിന് എന്തെങ്കിലും ഒന്ന് ഒരു പിന്നെ അവരുടെ മൂഡ്, പിന്നെ അതിലുള്ള കളികൾ എല്ലാം അറിയാം, നമുക്കറിയാം എന്താണ് എന്നുള്ളത്. സിനിമ ഒരു അവാർഡിന് അയച്ചു കഴിഞ്ഞാൽ അതിൽ സംഭവിക്കുന്ന എന്തെല്ലാമാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ പലതും സംഭവിക്കും. അതിനൊന്നും ആരോടും ഒരു വിരോധമൊന്നുമില്ല. എന്നാലും ഇത്ര ഈ പൊസിഷനിലേക്ക്, ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഇത്രയും പടങ്ങൾ പല ഡയറക്ടർമാരതും ഏകദേശം ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും തൃപ്തിയിൽ തന്നെയാണ്. ഒരു പടത്തിൽ എന്നെ ഇതുവരെ മാറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു പടം നീ അത് ചെയ്ത് ശരിയല്ല, മോശമായി പോയി എന്ന് പറയാൻ ഒരു പടം അങ്ങനെ എൻ്റെ റെക്കോർഡിലില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സംതൃപ്തി സിനിമയിൽ. അല്ല, മലയാളത്തിൽ ഒരു നടനുമായ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നോ, ആ നടൻ എത്രയോ പല പടങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഇങ്ങനെ ഒരു സംഭവം കേട്ടായിരുന്നു. ഉള്ളത് തന്നെ ഞാൻ ഇതിനു മുമ്പേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ശരി. അപ്പോൾ സംഭവിച്ച കാര്യമാണ്. ഞാനും ആ നടനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ എവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ അയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ഉണ്ടാവാം എന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ചുരുങ്ങിയത് ഒരു 4 പടം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ഡയറക്ടർ അടുത്ത് ഞാൻ അങ്ങോട്ട് പോയി മുട്ടിയില്ല, എനിക്ക് പടം വേണം എനിക്ക്. അങ്ങനെ ഒരു 3 പടം പോയി. എനിക്കത് നേരിട്ടുള്ള അറിവാ. എനിക്കറിയുന്ന എൻ്റെ ഒരു ഡയറക്ടറിനെ, ഒരു 5 പടം ചെയ്ത ഒരു ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ അടുത്ത പടം നമുക്ക് ചെയ്യണം, ഇന്ന ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, വേണ്ട, അതുകൊണ്ട് ആ ആർട്ടിസ്റ്റിൻ്റെ പേര് ഇന്ന ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എനിക്കത് നേരത്തെ അറിയാം, ഒരു 2 പടം എനിക്ക് വെട്ടിയിട്ടുണ്ട് അയാൾ എന്നുള്ളത്, ആ പേര് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, മനസ്സിൽ ഞാൻ കണക്കൂട്ടി ഈ ഡയറക്ടറല്ലേ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ ആർട്ടിസ്റ്റാണ് എന്ന് പറയുമ്പോൾ എനിക്കൊരു സംശയം അപ്പം തന്നെ തോന്നി, ഇയാൾ എനിക്ക് എന്തായാലും അത് ഭാരം വെക്കും എന്ന് ഞാൻ മനസ്സിൽ കണക്കൂട്ടി. പറഞ്ഞ പോലെ തന്നെ എന്നോട് ഇതേ ഡയറക്ടർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, തൻ്റെ പേര് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അയ്യോ വേണോ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല, ഇന്നും അയാളുമായിട്ട് എന്താണ് വിരോധം എന്നോട് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ അയാളെ യാതൊരു വിധത്തിലും ഞാൻ വേദനിപ്പിച്ചില്ല, എവിടെയും. അങ്ങനെ അധികം പടം ചെയ്തിട്ടുമില്ല അയാളത്. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. ആ ടെൻഷൻ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറയാം. അതന്നെ ഞാൻ പറഞ്ഞാലേ അതിൻ്റെ ഇതിലേക്ക് വരൂ. എന്താ പറഞ്ഞാൽ അത്രയും ഞാൻ ഫീലിങ്ങിലേക്ക് ആയിരുന്നു. ഞാൻ ചെന്നൈയിൽ എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലാറ്റ് ഞാൻ വിറ്റ് ഇവിടെ എറണാകുളം സിറ്റീൻ്റെ നടുവിൽ MG റോഡിൽ, MG റോഡ് എന്ന് പറഞ്ഞാൽ MG റോഡിൻ്റെ പാരൽ റോഡ്, TD റോഡ്. ചിറ്റൂർ റോഡും പാരലാണ്, ഇതും പാരലാണ്. TD റോഡ് പറഞ്ഞാൽ MG റോഡിലേക്ക് 100 മീറ്റർ ഇല്ല. നമ്മുടെ കവിതാ തിയേറ്ററിൻ്റെ കറക്റ്റ് ബാക്ക് സൈഡിൽ ഒരു ഫ്ലാറ്റ് ഞാൻ മേടിച്ചു. 12ാമത്തെ ഫ്ലോറിൽ. എനിക്ക് സ്റ്റേഡിയം കാണാം, മറൈൻ ഡ്രൈവ് കാണാം, എല്ലാം കാണാം, MG റോഡ് കാണാം, എല്ലാം. അപ്പോൾ മെട്രോ ഒന്നും വന്നില്ല. അന്ന് ഞാൻ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് മേടിച്ചതാണ്. പിന്നെ ആഗ്രഹങ്ങൾ എനിക്കുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് അത് അങ്ങനെ ഇൻറ്റീരിയർ ചെയ്യണം. ഓരോ ലൊക്കേഷനും കാണുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന സന്തോഷം. അപ്പോൾ ആ സമയത്ത് എനിക്ക് പടങ്ങൾ കിട്ടി. വിനിയേട്ടൻ്റെ ഇഷ്ടം പോലെ ഓമപ്പെണ്ണ് അത് ഇത് അതിലേക്ക് വരുന്ന കാശെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഇൻറ്റീരിയർ ചെയ്യാം, നന്നായിട്ട് ഇൻറ്റീരിയർ. ആ സമയത്ത് എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഒരു ഡൈവേർഷൻ വന്ന ഏറ്റവും വന്ന ഒരു അടി വന്ന ഒരു സംഭവം നടന്നു. എന്താ പറഞ്ഞാൽ 2000-ലാണ് ഞാൻ ചെന്നൈ വിട്ട് കേരളത്തിലേക്ക് വരുന്നത്. വിത്ത് മക്കൾ
മലയാളം പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നു. അവിടെ തന്നെ പഠിച്ചാൽ മതിയായിരുന്നു പിന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്, പല കാരണങ്ങൾ കൊണ്ടും. അല്ല, ഇവിടെ മോശം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഫ്ലാറ്റ് എടുത്തു. ചെറിയ കുറച്ച് ലോണേ വേണ്ടി വന്നുള്ളൂ. അത് ഞാൻ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തീർക്കാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഈ മലയാളത്തിൽ പറയും കണ്ടകശ്ശേരി എന്നെല്ലാം പറയില്ലേ, ഇങ്ങനെ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, ഞാനത് നോക്കാറില്ല. എന്നാലും ഇരിക്കട്ടെ, അത് പെട്ടെന്ന് വിശ്വസിച്ചു പോകും അറിയാതെ. അപ്പോൾ എന്നെ ചെന്നൈയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തി, അതെന്നെ വേറൊരു എൻ്റെ ഒരു സുഹൃത്ത് പരിചയപ്പെടുത്തിയതാണ്. അവൻ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക, ഇങ്ങനെ വഴി മുടക്കി നിൽക്കുന്ന പൂച്ചയെല്ലാം, കറുത്ത പൂച്ചയെല്ലാം വന്ന് കുറുക്കച്ചാടലില്ലേ, അതുമാതിരി. അവൻ കാഞ്ഞങ്ങാട്ടുകാരനാ. റെയിൽവേ സ്റ്റേഷനിൽ അവൻ നിങ്ങളിവിടെ പോകുന്നു. ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വന്നു, എറണാകുളം താമസം തുടങ്ങി എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഞാനും എറണാകുളം തന്നെ പോകും, എനിക്കൊരു ചെറിയൊരു ബിസിനസ് ഉണ്ട്, കമ്പ്യൂട്ടർ ബിസിനസ്. അവൻ്റെ പേര് X എന്നോ R എന്നോ എന്ത് വേണോ വിളിച്ചു. ആ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, അത് ഞാൻ ഫോട്ടോ ഞാൻ കാണിക്കാം, റെക്കോർഡ് അടക്കം എൻ്റെ അടുത്തുണ്ട്, അതെല്ലാം ഞാൻ നമ്മൾ ഇതിലിടാം. അപ്പോൾ അങ്ങനെ അവൻ ഇവൻ്റെ പല കാര്യങ്ങളും എന്നോട് പറയാൻ തുടങ്ങി. ഞാനിങ്ങനെ കാസർഗോഡ് കോളേജ് പഠിച്ചതാണ്, മീൻ വിറ്റിട്ട് എനിക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. എനിക്ക് ഒരാളെ സങ്കടം എനിക്ക് അതിങ്ങനെ കണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛനും ഇതേമാതിരി തന്നെ, അച്ഛൻ കോടീശ്വരനായിരുന്നു. ഈ മറ്റുള്ളവരെ സഹായിക്കും ഭയങ്കരമായിട്ട്. ഒരു ദുഃഖമൊന്നും അച്ഛനും കാണാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ അവരെല്ലാം സഹായിച്ച് ജീവിതത്തിൽ 0 ആയി തീർന്ന ആളാണ് എൻ്റെ അച്ഛൻ. രാമൻ പട്ടേലർ എന്നെല്ലാം പറയുന്നത്, പഴയ രാമൻ പട്ടേലർ ഉണ്ടല്ലോ, അത് ആ ക്യാരക്ടറായിരുന്നു അച്ഛൻ്റെ അച്ഛൻ. എന്ന് പറഞ്ഞാൽ ഈ സ്ഥലമല്ല എൻ്റെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയുള്ള സമ്പാദിച്ചതായിരിക്കാം. അതുകൊണ്ട് അത് പോയതിലൊന്നും എനിക്ക് ദുഃഖമൊന്നുമില്ല. അങ്ങനെ ആണെങ്കിൽ ഞാൻ ആ കാശും എല്ലാം ഉണ്ടായിരുന്ന ഞാൻ ഈ ഇതിലേക്ക് വന്നിട്ടുണ്ട്. സിനിമയും ഈ ഇതും പേരും ഇത്രയും ചെറിയ പേരാണെങ്കിലും അതും എനിക്ക് ഉണ്ടാവില്ല. ചില സമയം ഞാൻ റൗഡി ആയിട്ടുണ്ടാവും, ആയിരിക്കാം. കാലങ്ങൾ അങ്ങനെയാണല്ലോ. എന്താ പറഞ്ഞാൽ ഒരു നല്ല കാശുണ്ട്, പിന്നെ ഇന്ന് ഞാൻ അധ്വാനിക്കണ്ടാവും. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ 1 രൂപ ഒരാളെടുത്തു നിന്ന് കടം മേടിച്ചില്ല, എവിടെയും ഇന്നും ഞാൻ കൊടുക്കാനില്ല. പക്ഷേ ഞാൻ ഇവിടെ ഫ്ലാറ്റ് മേടിച്ചു, അങ്ങനെ ഇരിക്കുകയാണ്. ഇവൻ എൻ്റെ ദുഃഖം എന്നോട് പറയുന്നത്, പഠിച്ചു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ഫ്ലാറ്റെല്ലാം എടുത്ത് ഭയങ്കര വെറുതെ അല്ലേ, ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, എന്തെങ്കിലും നമുക്ക് ബിസിനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബിസിനസ്സൊന്നും അറിയില്ല, സിനിമ മാത്രമേ അറിയൂ. സിനിമ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, കുറച്ച് കഴിയട്ടെ എന്ന്. സിനിമയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്, 1 രൂപ ഞാൻ പുറത്തൊന്നും കൊണ്ടുവന്നതല്ല. ഞാൻ ഈ ഫ്ലാറ്റ് എന്നോട് ഇവൻ പറഞ്ഞു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പം എനിക്കൊരു സെൻറ്റിമെൻസ് തോന്നി, ചെറിയ ബിസിനസ് ഉണ്ട് അവന്, ശരി എന്തൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇവൻ പറഞ്ഞു നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് ഒന്ന് എന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് ഞാൻ കൊടുത്തു. അതെന്താ ചെറിയൊരു എമൗണ്ട്, 6 ലക്ഷം അത്ര എടുത്തു, ഒരു ഫെഡറൽ ബാങ്ക് ദിവസം. അത് കഴിഞ്ഞ് ഇവൻ കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ ബിൽഡപ്പ് വേറൊരു രീതിയിലേക്ക്. അപ്പോൾ ഇത്രയും കട അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അപ്പോൾ ഇവനെ ഒരു മുതലേൻ്റെ തലയെ വായിൻ്റെ ഉള്ളിൽ നമ്മളെ തലയിട്ടാൽ എങ്ങനെ ഉണ്ടാവും, വേദനിപ്പിക്കാൻ പറ്റുമോ അതിന്? എങ്ങനെയെങ്കിലും തടവി നമ്മളെ തല പുറത്തേക്ക് എടുക്കാനല്ലേ നമ്മൾ നോക്കും. അങ്ങനെ തടവി ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ നോക്കും തോറും ഇവൻ മെല്ലെ പല്ലുകൊണ്ട് അമർത്താൻ തുടങ്ങി ചെറിയ. അപ്പോൾ എന്നോട് ഇവൻ പറഞ്ഞു നമുക്കിത് വേറൊരു ബാങ്കിൽ വെച്ച് ഞാനിപ്പോൾ 1 മാസത്തിൻ്റെ ഉള്ളിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1 മാസത്തിൽ ഇത് തിരിച്ചു തരാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു 1 മാസത്തിൽ കിട്ടുമല്ലോ, വിശ്വാസമായിരുന്നു എനിക്ക്. ഞാൻ അവിടുന്ന് ആ ബാങ്ക് മാറ്റി പുതിയതായിട്ട് വന്നൊരു ബാങ്ക്. അപ്പോൾ ഇവിടെ പൈസ കൊടുത്തോ? അത് അവൻ തന്നെ എല്ലാം നോക്കുന്നുണ്ട്, അത് കൊടുത്തു, തിരിച്ചെടുത്തു. ഇവിടുന്ന് മറ്റേ ബാങ്കിൽ നിന്ന് കിട്ടുമല്ലോ, അതിന് കണക്കാക്കിയിട്ട് ഒരു ഓഡിറ്ററും ഉണ്ടായിരുന്നു. അവൻ എല്ലാം കള്ളക്കടയെല്ലാക്കി ഇവന് സഹായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇവനൊക്കെ തിരിച്ചു തരും 1 മാസത്തിൽ വിചാരിച്ച് ഞാൻ ഇങ്ങനെ പലതും ഇവന് ഒപ്പിട്ട് കൊടുത്തു. ഇവൻ അന്ന് 25 ലക്ഷം അങ്ങനെ എന്തോ എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇങ്ങനെ കൂട്ടി 25 ഉള്ളത് 30ആയി, 40ആയി, അവസാനം നോക്കുമ്പോൾ 65 ലക്ഷം വരെ എത്തി. ഇത് 2007 ആകുമ്പോഴേക്കാണ് ഈ 65 ലക്ഷമായത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് കൊടുത്ത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എൻ്റെ മക്കളുണ്ട്, ഭാര്യയും മക്കളും ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയായി. അവസാനം ഇവരെങ്ങനെയെങ്കിലും എനിക്ക് ഈ കാശ് എനിക്ക് ഈ ഫ്ലാറ്റ് എനിക്ക് റിലീസ് ചെയ്യണം. ഇൻറ്റീരിയർ ഞാൻ ചെയ്തു, അത്രയും നന്നായി ചെയ്തു. ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഞാൻ ഒരു ദിവസം ഇവൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഫോണിൽ നിന്ന് ഞാൻ കേൾക്കുക, ഇൻറ്റീരിയർ ഇവൻ ബാങ്ക് മാനേജറെ വിളിച്ച് പറയുക ഇൻറ്റീരിയറെല്ലാം നന്നായി ചെയ്യുന്നുണ്ട്, എനിക്കൊരു 10 ലക്ഷം രൂപ കൂടെ അഡീഷണൽ വേണം. ഞാനിവിടെ ചെയ്യുക, അതിൻ്റെ മേലെ ഇവൻ 10 ലക്ഷം കൂടി മേടിക്കുക. എനിക്ക് എന്ത് പറയാൻ പറ്റും? ഞാൻ കരയാതെ എത്രയോ ദിവസങ്ങൾ ഞാൻ ടെൻഷൻ അടിച്ച്
രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. പിന്നെ ഇവനെ എന്നുള്ള ഒരു നിലയാണ് വേണ്ടത്. എന്താ പറഞ്ഞാൽ അവന് 2 പെണ്ണ് മക്കളാ. ഞാൻ പിന്നെ ചിന്തിക്കും, എൻ്റെ മക്കൾ ഞാൻ ജയിലിൽ പോയിട്ട് എന്ത് ലാഭം? ഇവനെ കൊന്ന് ആ 2 മക്കള് അത് കാണണ്ടേ ഞാൻ? എന്തിനാണ് വിചാരിച്ച അവസാനം എല്ലാം കൊണ്ട് ഞാൻ എങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഡിത്തി മാതിരി ഇവൻ എന്നോട് പറഞ്ഞു, ഞാനൊരു പ്രിൻറ്റിങ് പ്രസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്തോളൂ, നോക്കി നടത്തിക്കോളൂ, അതിൽ കിട്ടുന്ന കാശെല്ലാം ഇതിൽ കൊണ്ടുവന്ന് കൊടുത്തോളൂ എന്നെല്ലാം പറഞ്ഞ് ഇവൻ പല ഫ്ലക്സിൻ്റെ പ്രിൻറ്റിങ് തുടങ്ങി. പേട്ടയിൽ മൾട്ടിപ്ലക്സ് പറയുന്ന ഒരു കമ്പനി, തിരുവനന്തപുരത്ത് ഇവിടെ നമ്മുടെ എറണാകുളം വടക്കേക്കോട്ട, അവിടെ ഞാൻ ഒരു പ്രിൻറ്റിങ് പ്രസ്, എനിക്ക് സിനിമക്ക് പോകാൻ പറ്റാതായി. പല സിനിമകളുടെയും ഫ്ലക്സെല്ലാം അടിച്ചു കൊടുക്കുക, ഞാൻ തന്നെ അവിടെ പണിക്കാരനും എല്ലാം, എനിക്ക് പണിക്കും പോകാനില്ല. ഇതെല്ലാം ഇരുന്ന് ഒട്ടിക്കും രാത്രി. എങ്ങനെ കുറച്ച് കാശ് പോകണം, ഫ്ലാറ്റ് ഇതാക്കണ്ടേ. 1 രൂപ കുറേ ആൾ കടം പറഞ്ഞു, കുറേ സിനിമക്കാർ കടം ആക്കി അടിച്ചിട്ട് അത് അവരും പോയി. എല്ലാം കൂടി എനിക്കൊരു പടത്തിന് പോകാനും പറ്റാതായി. വേറെ വഴിയില്ല, ഒരു വഴിയുമില്ല, രക്ഷയില്ല. അവസാന നിമിഷം അവസാനം 7 കൊല്ലം ഞാൻ കണ്ടകശനി എന്നെല്ലാം പറയുന്നത് വിശ്വസിച്ച് പോകുന്ന അങ്ങനെയാണ്. ഈ ഫ്ലെക്സ് പ്രിൻറ്റിങ് 10 രൂപ കിട്ടുന്നില്ല, രക്ഷയില്ല. അത് വിടേണ്ട അവസ്ഥയാണ്. ഇത്രയും ചിലവ് ചെയ്തു, ഉള്ള പടത്തിൻ്റെ കാശ് അതിലും കൊണ്ടിട്ടു ഇവൻ ആ പാർട്ട്ണർ. അപ്പോഴേ പ്രശ്നമായി മൊത്തം. അപ്പോൾ ഇവൻ എന്നെ ഹെൽപ്പ് ചെയ്യാന്നറിയാം, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ എന്നെ എടുത്തല്ലോ. 7ാമത്തെ കൊല്ലത്തിൽ എനിക്കൊരു ലെറ്റർ വരിക. ലെറ്റർ വന്നിട്ടൊന്നുമില്ല, വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ വിളിച്ച് പറയാം, ജപ്തി ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. മക്കൾ സ്കൂളിൽ വന്നിരിക്കുക 2 പേരും. അവരറിയാതെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമല്ലോ. ഞാൻ വീട്ടിലേക്ക് എത്തി, നോക്കുമ്പോഴേക്ക് പോലീസുകാർ അപ്പുറം ഇപ്പുറം. സിനിമയിലില്ല ആ സീനും അങ്ങനെ ഒരിക്കലും എവിടെയും ചിത്രീകരിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതിനേക്കോളം ഭീകര. ഞാൻ വീട്ടിൽ കയറുമ്പോഴേക്ക് ഇവരെല്ലാം ലോക്കെല്ലാം മാറ്റി പൂട്ടി. ഇൻറ്റീരിയർ ഇവരെന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെല്ലാം എടുക്കാൻ പറ്റുമോ അതെല്ലാം എടുത്തോളൂ. ഒരു റൂമിലേക്ക് പോകുമ്പോൾ എൻ്റെ ബാക്കിൽ ഒരു പോലീസുകാരൻ വരും. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ആത്മഹത്യ ചെയ്താൽ. വൈഫ് പോകുമ്പോൾ ഒരു ലേഡി പോലീസ് ബാക്കിലെ വൈഫിൻ്റെ കൂടെ തകർന്നു പോയി അവിടെ വെച്ച്. അവസാനം ആ വീട് വിട്ട് ഇറങ്ങി, ആ ഫ്ലാറ്റ് വിട്ട് ഇറങ്ങേണ്ടി വന്നു. 1.5 കോടി അന്ന് അത് വിറ്റാൽ എനിക്ക് കിട്ടുന്ന എമൗണ്ടാണ്. എൻ്റെ സമ്പാദ്യം മൊത്തം അതിൽ പോയി. എന്നിട്ട് ഞാൻ സിനിമകൾ ചെയ്തു, പിടിച്ചു വന്നു. ഒരാളോട് കടം മേടിക്കാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ആ ഇരിക്കുന്ന സമയത്താണ് പടവുമില്ല, പെട്ടെന്ന് എല്ലാം ഒരേ സമയത്ത് സ്റ്റക്കാവും. അത് ഭയങ്കര മനസ്സ്. ഞാൻ തകർന്നിരിക്കുന്ന സമയത്ത് ഉറക്കത്തെ ഇങ്ങനെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഒരു പടം ചെയ്യാനുണ്ട്. ബിപിൻ ചേട്ടനായിരുന്നു ആക്ച്വലി അതിൻ്റെ ക്യാമറമാൻ ആവേണ്ടത്. മൂപ്പർക്ക് പെട്ടെന്ന് എവിടെ പോകണം, അമേരിക്ക മറ്റേ പോകേണ്ടതുണ്ട്. എന്നോട് പറഞ്ഞു നിങ്ങൾ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരാ ആർട്ടിസ്റ്റ്, ഇന്ന് ആർട്ടിസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കണക്കൂട്ടി, തീർന്നു. ഇല്ല, എന്താ പറയുക, 3 പടം എന്നെ മാറ്റിയത്. അപ്പോൾ ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഒരു റെക്കമെൻഡേഷൻ എനിക്ക് ആ പടം പറയണമെന്നോ ഞാൻ പറഞ്ഞില്ല. വേറെ വഴിയില്ല, ജീവിക്കണ്ടേ, മക്കൾ പഠിക്കണ്ടേ, പിള്ളേരെ പഠിപ്പിക്കണ്ടേ. കൂടി ഒരു ദിവസം ഇന്ന് ഹോട്ടലിലുണ്ട് ഈ ആർട്ടിസ്റ്റ് എന്ന് പറയും. എനിക്ക് ഇയാൾ പാര വെക്കുന്ന എനിക്കറിയാം. അപ്പോൾ ആരോട് പറഞ്ഞു, എന്താ ചേട്ടാ എന്നാലും നിങ്ങളൊന്ന് പോയി കാണും. മുമ്പൊരൊന്നും പറയില്ല, ശരിയായിരിക്കും, അവസ്ഥ പറ, നമ്മൾ വേറൊന്നിനും പോകുന്നല്ലോ. ഞാൻ പോയി കണ്ടു, MG റോഡിലെ ഒരു ഹോട്ടലിൽ പോയി കണ്ടു, റൂമിലിരുന്നു. അന്ന് നമ്മളെ ഈ പ്രശ്നങ്ങളെല്ലാം സംഘടനകൾ തമ്മിലുള്ള മാക് ടീം ഇതെല്ലാം കൂടി ഇല്ല പ്രശ്നമാണ്. അപ്പോൾ എന്നോട് മാക്ടേൽ അങ്ങനെ ആക്കരുത്, ഇത് അങ്ങനെ ആകരുത്, മറ്റേ ആളും കൂടെ ഇതാകരുത്, ഇതിങ്ങനെ പോകരുത് നല്ല. ശരി, നമുക്കതൊന്നും തലയിൽ കയറില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ഇതെല്ലാം പോയി നിൽക്കുകയാണ്, ഇത് എനിക്ക് ഒന്നും നിങ്ങൾ പറയരുത്, നിങ്ങൾ ആ ഡയറക്ടർ എനിക്ക് വിളിച്ച് പറഞ്ഞതാണ്, അതുകൊണ്ട് ഇത് എന്നെ ഒന്നും കൈവിടരുത്. ഞാൻ കടം ചോദിക്കാൻ വന്നതല്ല, കടം വേണ്ട, ഒന്നും വേണ്ട, പണിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി എന്നെ വിളിച്ചതുകൊണ്ട്. വേറൊരാൾ ചെയ്യുന്ന വർക്കുമല്ല, അത് തട്ടിമാറ്റി എനിക്ക് തരാൻ വേണ്ടി പറഞ്ഞതല്ല. ഒന്നും വേണ്ട, നിങ്ങളൊന്നും ഉണ്ടായിരുന്നാൽ മതി, ഞാൻ ചെയ്തോളാം. ഞാൻ അങ്ങനെയൊന്നും പറയില്ല, അത് ആർട്ടിസ്റ്റിനെ ഒന്നും പറയില്ല, ഞാൻ ക്യാമറാമാനെ റെക്കമെൻഡ് ചെയ്യില്ല, മറ്റേ. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, നിങ്ങളങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വേറെ ക്യാമറാമാനാണെന്ന് ഞാൻ പറഞ്ഞു. അയാളില്ല. എന്നിട്ട് ഇയാൾ സമ്മതിക്കുന്നില്ല, എന്തോ ഒരു മൂഡ് ഔട്ട് വന്നു. ഞാൻ വന്നു, ഞാനിത് കണക്കൂട്ടി പോക്കന്നെ. തേനിയിൽ ഷൂട്ടിങ് നടക്കുക. അപ്പോൾ അവിടെ ഞാൻ ഷൂട്ടിങ് കഴിയാറാകുമ്പോൾ ഞാൻ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ക്യാമറാമാനെ വെച്ച് ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ടാറ്റയെല്ലാം പറഞ്ഞാൽ മക്കളുടെ അടുത്തെല്ലാം പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് വരും, തിരുവനന്തപുരം ഷൂട്ടിങ്, പെട്ടിയെല്ലാം എടുത്ത്
മാനേജറെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല, ആരും എടുക്കുന്നില്ല. ഡയറക്ടറൊക്കെ വിളിച്ചു പറയുന്നില്ല, ഡയറക്ടറും ഫോൺ എടുക്കുന്നില്ല. എനിക്കൊരു കൺഫർമേഷൻ വേണ്ട, എന്നാലേ ഞാൻ തിരുവനന്തപുരം കയറാൻ പറ്റും, ഇവിടെ വരണം എന്നുള്ളത്. അവസാനം അതിൽ ഒരു പരിചയപ്പെട്ട ഒരു അസിസ്റ്റൻറ്റ് മാനേജറുണ്ട്, ആ പയ്യനെ വിളിച്ചിട്ടാകുമ്പോൾ അവൻ വിളിച്ചാകുമ്പോൾ ഫോൺ എടുത്തു. എന്താ സംഭവം എന്ന് വെച്ചു. അപ്പോൾ ഞാൻ, അയ്യോ ചേട്ടാ അറിയില്ലേ, അത് ഇങ്ങനെ ആ ഡയറക്ടർ പറഞ്ഞു വേറെ ക്യാമറാമാനാണ്, മറ്റേ ക്യാമറാമാൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ബേജാറായി. ഞാൻ ആ ക്യാമറാമാനെ വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ വർക്ക് ചെയ്യാൻ പാടില്ല, അത് എന്താ പറയുക, എന്നോട് ഇത്രയും പറഞ്ഞ് ഞാനിത് അഡ്വാൻസ് മാത്രം മേടിച്ചില്ല അതേ ഉള്ളൂ, ബാക്കിയല്ലേ. അത് അങ്ങനെയല്ല, അങ്ങനെ ശരി ഓക്കെ എന്തെങ്കിലും ആട്ടെ, അത് അയാൾ വർക്ക് ചെയ്യട്ടെ, ഞാനതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകില്ല, പക്ഷെ വർക്ക് ചെയ്യാൻ പോയി, അത് പോട്ടെ, അത് അവൻ്റെ കാര്യം. എന്നെക്കാളും അപ്പം എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ എന്നെക്കാളും വലിയൊരു ക്യാമറാമാനാണെങ്കിൽ ആര് റെക്കമെൻഡ് ആയതാലും ഓക്കെ, നമുക്ക് റേഞ്ച് ഉണ്ടാവുമല്ലോ ഒരു ക്യാമറ, നമ്മൾ ഒന്നും അല്ലാതെ തന്നെ വിചാരിച്ചു. എൻ്റെ അസിസ്റ്റൻ്റായി വന്നവനാണ് വിളിച്ചത്, അവനെയാണ് വെച്ചത്, എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്കിനല്ല അവിടെ പ്രധാനം എന്നുള്ളത് ഞാൻ മനസ്സിൽ കണക്കൂട്ടി. അപ്പം എനിക്ക് ഈ ആർട്ടിസ്റ്റിന് എനിക്ക് സംശയം ഉണ്ടായി, അറിയാതെ കൊണ്ട് പറയാൻ പറ്റൂലല്ലോ, ഞാനൊന്നും പറഞ്ഞില്ല, എനിക്ക് മനസ്സ് വിങ്ങിപ്പോയി. ഞാൻ ടാറ്റയും പറഞ്ഞ് പോയോനാ, പിറ്റേ ദിവസം തിരിച്ച് വീട്ടിലേക്ക് പോണേ, മനസ്സ് ഭയങ്കര വേദനയായി. എല്ലാം കൂടി ഇങ്ങനെ ഒതുക്കി നിന്നു മനസ്സിൽ, ആരോടും പറയാതെ. ശരി പോട്ടെ, ഡയറക്ടർ പിന്നെ വിളിച്ചാൽ എടുക്കണ്ടേ ഇയാൾ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം, കാലങ്ങൾ ഒരു കോട്ടില മറ്റോ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ആരാണ് എന്താണ് ഇത് അറിയാതെ നമ്മൾ അങ്ങനെ പുറത്ത് പറയാൻ പാടില്ലല്ലോ, അത് ശരിയല്ല. അപ്പോൾ എനിക്ക് സംശയം അയാളുണ്ടെങ്കിലും ആയിരിക്കില്ല, എന്തായാലും നമ്മളോടൊരു സെൻറ്റിമെൻസ് ഉണ്ടാവില്ല, എന്നാൽ ഇത്രയും ഇതിൽ കാശ് കടം ചോദിക്കാൻ വന്നല്ല ഒരു വർക്കിന്, വേറൊരാൾ പറഞ്ഞ വർക്ക് അത് നമ്മളായിട്ട് മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം എന്ന്. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയണമല്ലോ, അല്ലെ മറ്റേ ക്യാമറ വന്ന് കയറിയിട്ടുണ്ടാവാം. അങ്ങനെ ഞാൻ ഒരു ദിവസം ചെന്നൈയിൽ ഇങ്ങനെ ചായ കുടിക്കുക, ഞാനും എൻ്റെ തമിഴ് പടത്തിൻ്റെ പ്രൊഡ്യൂസർ, ബോംബെ പ്രൊഡ്യൂസർ, അയാൾ പ്രൊഡ്യൂസർ കം ഡയറക്ടർ, അയാൾ എഡിറ്ററായിട്ടില്ലേ രാജഗോപാലേട്ടൻ, നമ്മുടെ രാജഗോപാലേട്ടൻ എഡിറ്റർ, മലയാളത്തിൽ, എല്ലാം കൂടി നമ്മൾ ഒരു ഹോട്ടലിൽ വന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് ബാക്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മോഹനേട്ടനെ അറിയുക, നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് പാലക്കാട്ടെ, അമൃത മോഹനും ഈ ഡയറക്ടർ പേര് ഞാൻ പറയുന്നില്ല, അയാൾ മരിച്ചു. അപ്പോൾ ആ ഡയറക്ടറും കൂടി ബാക്കിലിരുന്ന് ചായ കുടിക്കും. ഞാൻ പെട്ടെന്ന് കണ്ടു, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു മനസ്സിൽ. എന്നാലും ഞാൻ കൺട്രോൾ ചെയ്ത് ഞാൻ പറഞ്ഞു, എന്നാലും ചെയ്തത് ശരിയായില്ല, അറ്റ്ലീസ്റ്റ് എന്നോട് വിളിച്ച് പറയണ്ടേ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് അയാൾ ഉണ്ടാവാതിരിയാണ് ഒരു ചൂടാവില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയല്ലല്ലോ, നിങ്ങൾ മോഹനേട്ടൻ ഇടപെട്ടു. ഞാൻ പറഞ്ഞു ആരാണ് ഇതിന് പ്രശ്നം ചെയ്തത് നിങ്ങൾ പറയണം, ഒന്നിക്കില്ല അറ്റ്ലീസ്റ്റ് നിങ്ങളായിട്ട് മാറ്റിയറിയില്ല. എന്നെക്കാളും ഇപ്പം ഞാനൊരു ക്യാമറാമാനായിട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങളാണ് എന്നെ വെച്ച അതേ ആൾക്ക് ഇല്ല എന്ന് പറയേണ്ട അവസ്ഥ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ പറഞ്ഞു ചേട്ടാ ഞാനുള്ള സത്യം പറയാം, ആ ആർട്ടിസ്റ്റാണ് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം ക്ലിയറായി. അയാൾ സാക്ഷികളുണ്ട്, രാജഗോപാലേട്ടൻ സാക്ഷിയുണ്ട്, എൻ്റെ പ്രൊഡ്യൂസർ സാക്ഷിയുണ്ട്, ഇവരെ മുമ്പിൽ വെച്ചിട്ട് അമൃത മോഹനേട്ടനുണ്ട്, ഇവരെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു ആ ആർട്ടിസ്റ്റാണ്. ശരിയാണ്, അയാളെ സൈഡ് നോക്കുമ്പോൾ അയാൾ തെറ്റുകാരനല്ല. എന്താ പറഞ്ഞാൽ അയാൾക്ക് വേണ്ടത് ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ്, ഞാനല്ല പ്രധാനം. പക്ഷെ അതിനൊരു ഇത് പറയാം. പക്ഷെ ഇന്ന് അത്രയും അവസ്ഥ എന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചെയ്തു. ഞാൻ പറഞ്ഞിട്ട് കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ അയാളെ മനസ്സ് ബാക്കി എന്ത് അയാൾ നല്ല കാര്യം ചെയ്യുന്നു എന്നില്ലല്ലോ. ഞാൻ അനുഭവിച്ച പാടൊന്നുണ്ടല്ലോ, അത്രയും കഷ്ടപ്പെട്ടു ആ സമയം ഞാൻ അനുഭവിച്ചത്. ഞാൻ അതിൻ്റെ ശേഷം ഒരു തീരുമാനമെടുത്തു, ഏത് മലയാളത്തിലെ വമ്പൻ ഡയറക്ടർ ഇയാളെ വെച്ചിട്ട് പടം ചെയ്യുകയാണെങ്കിലും എന്നെ ക്യാമറാമാനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയും, ഉറപ്പാണ്. ഇനി അയാളുടെ ഫേസിൽ ഞാൻ ക്യാമറ വെക്കില്ല, എൻ്റെ കണ്ണിൽ അയാളെ ഫേസ് കാണില്ല, ഞാൻ എടുക്കില്ല. ഞാൻ തീരുമാനിച്ചു, ഞാൻ പട്ടിണി കിടന്നാലും ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു അന്ന്. അത് എൻ്റെ ശപഥ. ഞാൻ അയാൾക്ക് അറിയുന്ന അയാളെ സുഹൃത്തുക്കളെടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ അറിയണം എന്ന് പറഞ്ഞിട്ട്. നമുക്കൊരിപ്പോൾ ഒരു മാഗസീനിലോ വേറെ എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുക്കാൻ ഇത്തിരി വെറുതെ അത് വേണ്ട, അങ്ങനത്തെ ഞാൻ പോകുന്നില്ല. എന്തായാലും ഒരു ക്യാമറമാനെ മാറ്റണം, ആ പടത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളെ മാറ്റണം എന്ന് കമാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഒരു പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റിനായിരിക്കണം. ഒരു സാധാരണ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ഇപ്പോൾ ഈ ക്യാമറമാനെ മാറ്റണം എന്ന് പറഞ്ഞാൽ സംവിധായകനോ നിർമ്മാതാവോ അതിനെ അനുവദിക്കണമെന്നില്ല. അപ്പം ഇതൊരു പ്രധാന നടൻ തന്നെയാണ്. നടൻ തന്നെ. ഇത്രയും സങ്കുചിതമായ മനസ്സുള്ള നടൻ ആരായിരിക്കും?
ആരായിരിക്കും അത് സസ്പെൻസ് എവിടെ കിടക്കട്ടെ, എന്നെങ്കിലും അത് പുറത്തു വരും, എന്നെങ്കിലും വരട്ടെ. എന്ത് വെറുതെ ഒരാളെ നമ്മൾ നമുക്ക് പ്രമുഖരായ വളരെ കുറച്ച് നടന്മാരേ ഉള്ളൂ. ആ നടന്മാർ ആരൊക്കെയെന്ന് ജനത്തിന് അറിയാൻ തന്നെ. അപ്പൊ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ആരായിരിക്കും എന്നുള്ളത്. സസ്പെൻസ് അതങ്ങോട്ട് കിടക്കട്ടെ പ്ലീസ്. പക്ഷെ ഒരു മനുഷ്യന്റെ കണ്ണീരിന് വിലയുണ്ട്, പ്രത്യേകിച്ച് തീർച്ചയായിട്ടും പുരുഷന്റെ കണ്ണീരിന് വലിയ വിലയുണ്ട്. അത് കേൾക്കാതെ പോവില്ല. അയ്യോ അനുഭവിച്ചു പോയി ഞാനത്. പോട്ടെ അതേ. പോട്ടെ. ഓക്കെ, ജപ്തി ചെയ്ത കാര്യം പറഞ്ഞു. പക്ഷെ അവിടെ നിന്നുള്ളൊരു യാത്ര ചെയ്തു എൻ്റെ മക്കളെ ഞാൻ വേറൊരു ഇത് സിനിമ നമ്മൾ ഒന്നുമല്ല, അനുഭവത്തിൽ വന്നു പോയിട്ടുണ്ട്. എൻ്റെ ഈശ്വര, ഞാൻ എൻ്റെ നെഞ്ഞ് പൊട്ടി. ഞാൻ ആത്മഹത്യ വിചാരിച്ചില്ല. എന്താ പറയുക, മക്കളുണ്ട്, ഇതൊന്നും നമുക്ക് പറ്റൂല. ശരി, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് അപ്പം തന്നെ എന്തോ ഭാഗ്യത്തിന് ഉള്ള ഇതെല്ലാം വണ്ടിയിൽ കയറ്റി വിട്ടു, ഒരു ദിക്കിൽ കൊണ്ടിട്ട് ഒരു വാടക കിട്ടി. അടുത്ത സുഹൃത്തുക്കളുള്ളതുകൊണ്ട് ഒരു വാടക വീട് കിട്ടി. അതിന് ഇത് പോകുമെന്ന് ഞാൻ നേരത്തെ കണക്ക് കൂട്ടി. എന്നോട് വേറൊരു വക്കീൽ പറഞ്ഞു, നിങ്ങളുടെ കൈ വിട്ടുവോ, വേണ്ട വിട്ടേക്ക്. അപ്പോൾ തന്നെ ഞാൻ അതിന് മുമ്പേ ഞാൻ വേറൊരു ഇത് ഞാൻ ചെയ്തു. 10 പൈസേൻ്റെ പടം ഒന്നുമില്ല, ആ സമയത്താണല്ലോ ബുദ്ധിമുട്ട് വരുന്നത്. എന്തോ ഭാഗ്യത്തിൽ പെട്ടെന്ന് ഒരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു പറഞ്ഞു, ആ പടത്തിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട് പറഞ്ഞ് ഒരു ദിവസം എനിക്ക് 25,000 റുപ്യ അന്ന് തരിക. പേപ്പറിൽ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഭൂമി പൂജ നടക്കുന്നു, ഫ്ലാറ്റ് പൂജ. അപ്പോൾ വരുന്ന കേസ് വരട്ടെ എന്ന് വിചാരിച്ച് 25 രൂപ കൊണ്ടുപോയിട്ട് അവിടെ ആ ഇത് അഡ്വാൻസ് ആ സത്യം. അതിൻ്റെ ശേഷം എല്ലാം സിനിമ എന്നതാണ് ഒരു വിശ്വാസം. നാളെ ഒരു വിശ്വാസം, നാളെ എനിക്ക് പടം കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ വീണ്ടും മുമ്പിലോട്ട് തന്നെ വിട്ടില്ല, ബാക്ക് അടിച്ചില്ല. അത് കൊടുത്തു, അഡ്വാൻസും കൊടുത്തു. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പൂജ ചെയ്യുന്നുണ്ട്, നമ്മുടെ മക്കളുടെ സ്കൂളിൻ്റെ അടുത്താണ്. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ചെറിയൊരു കാശ് കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലം മേടിച്ച് വെച്ചിരുന്നു. വെറുതെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് കുടില് കെട്ടി താമസിക്കാൻ. അതിനാരും വാടക കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യം. എന്താ പറഞ്ഞാൽ ഒരു 10 രൂപ വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാടക നമ്മൾ തിരിച്ചു കിട്ടുന്നതല്ല. നമ്മൾ അത് ഒരു സ്ഥലം എടുത്തിട്ട് അതിൽ എന്തെങ്കിലും കുടില് കെട്ടിയാലും നമുക്ക് നമ്മളെ സ്വന്തമാണ്. അത് നമുക്ക് എന്നും നമ്മളത് തന്നെ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് നീങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സ്ഥലം എടുത്തിരുന്നു ഈ സ്കൂളിൻ്റെ അടുത്ത്, മക്കളുടെ സ്കൂളിൻ്റെ അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അഡ്വാൻസും കൊടുത്തു. വരുന്ന ദിക്കിൽ കാണാം, അങ്ങോട്ട് ഇറങ്ങി. ഭാഗ്യം കൊണ്ട് ആ ഫ്ലാറ്റ് തീർന്നു. ജസ്റ്റ് ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് ഫ്ലാറ്റിൻ്റെ പണിയും കഴിഞ്ഞു. ഞാനതിൽ താമസാക്കി. പിന്നെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഇതേ ഇവനും കൂടി അവനെ പിന്നെയും വേദനിപ്പിക്കും. അവൻ പറഞ്ഞു, ഇതിൻ്റെ കടയെല്ലാം നമുക്ക് തീർക്കാമെന്നെല്ലാം പറഞ്ഞ് 10 പൈസ എനിക്ക് തന്നില്ല കേട്ടോ. ഈ ഫ്ലെക്സിൻ്റെ പ്രിൻറ്റിങ് ഞാൻ അതിന് കുറേ കാശും കൊടുത്തിരുന്നു. ഒരു ദിവസം പ്രശ്നങ്ങൾ നടക്കുക വീണ്ടും ഇവിടെ. ഇവനോടുള്ള വൈരാഗ്യം ഇല്ല ആരോ, ഇവൻ എല്ലാ ദിക്കിലും ഇതേ കളിയാണ് അവനിൽ. വൈരാഗ്യം ഇല്ലാതിരിക്കില്ല ഒരാൾക്കും. എന്താ പറഞ്ഞാൽ കണ്ടാൽ അടി കൊടുത്തു, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഇവനെ സ്ക്വാഡ് വന്ന് എന്തോ ടാക്സിൻ്റെ വെട്ടിപ്പ് നടത്തി അറിഞ്ഞിട്ട് ഇവനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്ലക്സിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്തു നിന്നാണ് ഈ ഫ്ലക്സ് എല്ലാം ഹോൾസെയിലായിട്ട് എടുക്കുന്നത്, നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ എടുത്തതിനെല്ലാം ഇവൻ ടാക്സ് ഇടാതെ ഇവൻ വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കുറേ ഇതാക്കി എനിക്ക് വന്ന് എൻ്റെ അടുത്തു നിന്നെല്ലാം കാശ് മേടിക്കും. ഇവന് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ കാശ്. 10 പൈസ എൻ്റെ കയ്യിലില്ല. ഇവനക്ക് ഒരു 100 രൂപ വരെ പഴം മേടിച്ചിട്ട് വീട്ടിൽ പോകാൻ പറ്റൂല. ഞാൻ ഈ രാവിലെ മുതൽ ഇതിൽ പണിയെടുക്കുകയും ചെയ്തിട്ട് ഒന്നുമില്ല. ഇവർ വന്നിട്ട് റെയ്ഡ്, നിങ്ങൾ മറ്റേതെടുക്ക്, കണക്കെടുക്കുക, ഇതെടുക്കുക. ഞാൻ അപ്പം അവിടെ വെച്ചിട്ട് അവരോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു ദിക്കിൽ ഞാൻ പെട്ടുപോയതാണ്, എനിക്ക് ഒരു കേസും വരാൻ പാടില്ല, ഞാൻ ഇതിൽ നിന്ന് പാർട്ട്ണറാണ്, ഞാൻ ഒഴിഞ്ഞേക്കാം, ഞാൻ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ല, ബാക്കി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുക, അവൻ നന്നായാൽ എനിക്ക് തരട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു സാധനം ഞാൻ എടുത്തുകൊണ്ടില്ല. എനിക്ക് AC ഉണ്ട്, പറ്റിയത് എല്ലാം ഉണ്ട്, പ്രിൻ്റർ ഉണ്ട്, ഇതെല്ലാം ഞങ്ങൾക്ക് എടുത്തു കൊണ്ടുപോകാം. പക്ഷെ ഇവൻ നാളെ ഇനിയും നന്നാവട്ടെ പറഞ്ഞിട്ട് എനിക്ക് മെഴുകുതിരി കത്തിക്കാനേ പറ്റൂ. എന്താ പറഞ്ഞാൽ പ്രാർത്ഥിക്കാനേ പറ്റൂ നന്നാവട്ടെ. അവൻ നന്നായില്ലേ പിന്നെ പറഞ്ഞ കാര്യമില്ല. എന്താ പറഞ്ഞാൽ എനിക്ക് നാളെ തിരിച്ചു വരുമെന്നുള്ള വീണ്ടും വിശ്വാസം. അതിലാണ് അവൻ വഞ്ചിച്ചത്. അവൻ ആത്മാർത്ഥമായിട്ട് ഇപ്പോഴും 2 വണ്ടി ഇതെല്ലാം എടുത്ത് ജീവിക്കും, ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. എനിക്കറിയില്ല, കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്തു, അതുകൊണ്ട് കാണാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ കണ്ട ദിക്കിൽ അവൻ നിൽക്കാറുമില്ല, പിന്നീട് കണ്ടിട്ടേ ഇല്ല. കാണാറുണ്ട്, എന്നെ കണ്ട ദിക്കിൽ ഇവൻ നിൽക്കൂല, അപ്പം പോകും. അപ്പം അറിയുമ്പോഴേക്കും ഇവൻ ലോകം മൊത്തം തോപിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. വേറൊരു മരത്തിലെ കയറി പിടിച്ചിട്ട് ഈ എന്താ പറയുക, ഈ ഇത്തിൽ കണ്ണി ഉണ്ടല്ലോ,
വേറെ മരത്തിൽ കയറി പിടിച്ച് അതിനെ വലിച്ച് വലിച്ച് ഊറ്റി കുടിച്ച് ഇന്നും അവൻ ജീവിക്കുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട്. ജീവിച്ചു പോട്ടെ. അപ്പൊ ഈ നടനും ഈ തട്ടിപ്പുകാരനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു വ്യത്യാസമില്ല. രണ്ടുപേരും മനസ്സുകൊണ്ട് ഒന്ന് തന്നെയാ. സത്യം എന്ത് നല്ല ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനത്തെ ഒരു ഇത് മതി. ഇങ്ങനെ ഒന്നും ഒരാൾ ഹെൽപ്പ് ചെയ്യരുത്. ജീവിതത്തിൽ പറ്റിപ്പോയി. അത് എന്താ പറഞ്ഞാൽ നമ്മൾ സ്നേഹിച്ച് പോയതാണ്. എന്താ പറഞ്ഞാൽ ഒരാളെ ബുദ്ധിമുട്ട് ഇങ്ങനെയെല്ലാം അനുഭവിച്ച് പഠിച്ച് വന്നവനെന്ന് പറഞ്ഞത് കൊണ്ട് ചെയ്തു പോയതല്ല, നന്നാവട്ടെ വിചാരിച്ച്. അന്ന് കുട്ടികൾ ചെറുതാണല്ലോ. ഭാര്യ എന്താ പറഞ്ഞു? ഭാര്യ ദിവസം കാര്യം അത് പറയണ്ട. അത് അനുഭവിച്ച പാട് ആ 7 കൊല്ലം ഉണ്ടല്ലോ. വീട്ടിൽ കയറുമ്പോൾ എനിക്ക് പേടിയാണ്. ജീവിതത്തിൽ ആ വീട്ടിൽ ഞാൻ ശരിക്കും ഉറങ്ങിയ ദിവസങ്ങളില്ല. രാവിലെ 4 മണിക്ക് ഇവരെ കൊല്ലാൻ വേണ്ടി. എങ്ങനെയുണ്ടാവും? അനുഭവിച്ചു. ടെൻഷൻ, മക്കളെ എല്ലാം. അയ്യോ പറയണ്ട, അത് വേണ്ട. അത് ഇനി ആ എപ്പിസോഡ് ക്ലോസ്. ഞാൻ ആ ഭാഗം നോക്കാറില്ല. ഞാൻ മറന്നതാ. പക്ഷെ ഇങ്ങനെ ആരും ഇനി ചെയ്യരുത്. എന്താ പറഞ്ഞാൽ ഇതെല്ലാം ഒരു പാഠം എന്ന് പറഞ്ഞാലും ഞാൻ പഠിക്കില്ല. ഞാൻ അതിൻ്റെ ശേഷം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അനുഭവിച്ചു, വീണ്ടും അനുഭവിക്കുന്നുണ്ട്. അത് ഒരു നേച്ചറാണ്. എൻ്റെ അച്ഛനും അത് ഉണ്ടായിരുന്നു. എല്ലാവരും സഹായിക്കലാണ്. അതുമാതിരി ആയി. അതുകൊണ്ട് മോശം ഇതുവരെ വന്നില്ല. ആരടുത്ത് ഞാൻ കടം മേടിച്ചില്ല, ഇന്നും മേടിച്ചില്ല. എൻ്റെ മക്കളിപ്പോൾ മോള് ജോലി ചെയ്യുന്നുണ്ട്, വൈഫിന് ജോലി ഇല്ല, മോൻ ഇപ്പോൾ ബോംബെയിൽ പഠിക്കാൻ പോകുന്നു. എല്ലാം ഒന്നും പ്രശ്നമില്ല. ഇതുവരെ പ്രശ്നമില്ല. ഇപ്പോഴും ഹാപ്പിയാണ്. പക്ഷെ നോക്കാം ഇനി നാളെ എന്താണ്.